എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഗ്ലോബൽ മാർക്കറ്റ് വീണ്ടും നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലേക്കൊക്കെ പോയി. ഡോ ജോൺസൊക്കെ ഒരു ബെയറിഷ് മോഡ് തന്നെയാണ് തുടരുന്നത്. 61 പോയിൻറ്റോളം ഡോ ജോൺസും S&P 40, അതേപോലെ നാസ്ഡാഖാണ് 170 പോയിൻറ്റോളം മൈനസിലുള്ളത്. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്ത് പോസിറ്റീവിലാണ്. എല്ലാം തന്നെ നല്ലൊരു ഗ്രീൻ സൈഡ് തന്നെയാണ് ക്ലോസ് ചെയ്ത്. 140 FTSEയും CSE 135 പോയിൻറ്റും അതേപോലെ DAX 260 പോയിൻറ്റിലും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നലെ ക്ലോസ് ചെയ്യുമ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റിയൊക്കെ പോസിറ്റീവ് തന്നെയായിരുന്നു. നമ്മളെ നിഫ്റ്റി 350 പോയിൻറ്റോളം അപ്സൈഡ് ആയിരുന്നല്ലോ ഇന്നലെ ഗിഫ്റ്റ് നിഫ്റ്റിയും. പക്ഷേ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഗിഫ്റ്റ് നിഫ്റ്റി വീണ്ടും രാത്രി ഒരു 150 പോയിൻറ്റോളം ഇടിഞ്ഞിരുന്നു. ഇപ്പോൾ രാവിലെ നമുക്ക് കാണാൻ കഴിയുന്നത് 200 പോയിൻറ്റിന് മുകളിൽ 205ഓളം പോയിൻറ്റിന് നെഗറ്റീവിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് ഇന്നും ഒരു നല്ലൊരു ഗ്യാപ്പ് ഡൗൺ ആയിരിക്കും. ഏതായിരുന്നാലും മുന്നത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ മാർക്കറ്റ് ഒരു 5-10% താഴെ വന്നതിന് ശേഷമേ ഇനി മുകളിലേക്ക് പോകൂ എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ കണക്കാക്കാൻ കഴിയുന്നത്. അതേസമയം ക്രൂഡ് ഓയിലൊക്കെ അത്യാവശ്യം ഒരു പോസിറ്റീവ് ന്യൂസിലാണ്. നമുക്ക് ഇന്നലെ ക്രൂഡ് ഓയിൽ നല്ല ഒരു പ്രോഫിറ്റ് എടുക്കാൻ കഴിഞ്ഞു. 2 തവണയായി ഒരു 30-60 പോയിൻറ്റ്. പക്ഷേ അത്രത്തോളം വെയിറ്റ് ചെയ്തില്ലെങ്കിലും നമ്മുടെ ട്രേഡർമാർക്ക് ഒരു 10 പോയിൻറ്റ് വീതം, അല്ലെങ്കിൽ ഒരു ചിലർ 20 പോയിൻറ്റും ഒരു 10 പോയിൻറ്റും, അങ്ങനെ ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു 25 പോയിൻറ്റോളം ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ചില ആളുകൾക്ക് 40 പോയിൻറ്റിന് മുകളിലും ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും. നാച്ചുറൽ ഗ്യാസും ക്രൂഡ് ഓയിലും പോസിറ്റീവിൽ തന്നെയാണ്. ടോട്ടലി നോക്കുമ്പോൾ മന്ത്ലി ബാരിഷ് മോഡിലാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് 24,300 ഒരു റെസിസ്റ്റൻസ് തന്നെയാണ് ഉള്ളത്. അതേസമയം 24,250 ചെറിയൊരു സപ്പോർട്ടും 24,200 അത്യാവശ്യം തെറ്റില്ലാത്ത സപ്പോർട്ടുമാണുള്ളത്. പക്ഷേ ഇന്ന് ഗ്യാപ്പ് ഡൗൺ 200 പോയിൻറ്റിന് മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, 24,297 200 പോയിൻറ്റ് താഴെ വരുമ്പോൾ 24,100. ഇനി 24,100 ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 24,100 നല്ല ഒരു സപ്പോർട്ട് സോണാണ് ഉള്ളത്. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ടൊരു റിക്കവറി ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം നമുക്ക് റിക്കവറിക്കുള്ള ചാൻസ്. പക്ഷേ ഇന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ കണക്കുകൾ നോക്കാൻ കഴിയുള്ളൂ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ബാരിഷ് മോഡിലേക്ക് പോകുമോ ഇല്ല ഒരു റിക്കവറി മോഡിലേക്ക് വരുമോ എന്നുള്ളത് നമുക്ക് അപ്പോൾ നോക്കാം. ഇന്നലെ 4 സ്റ്റോക്കുകളിൽ റെയിൻബോയിൽ 1207 ഒരു ബൈ എൻട്രി ആയിരുന്നു. നമുക്ക് അതിൽ എൻട്രി ലഭിച്ചിട്ടില്ല. അടുത്തത് അപ്പോളോ ഹോസ്പിറ്റലിൽ ഒരു സെൽ എൻട്രി ആയിരുന്നു 6638. അപ്പോളോ ഹോസ്പിറ്റലിൽ നേരെ ഓപ്പോസിറ്റ് മുകളിലേക്കും പോയി ഇന്നലെ. അടുത്തത് CSB ബാങ്കായിരുന്നു. CSB ബാങ്കിൽ ഒരു ബൈ എൻട്രി 328 നമുക്കൊരു ബൈ എൻട്രി ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം സ്റ്റോക്ക് 330.65 വരെ പോയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 331. ഏകദേശം ഫസ്റ്റ് ടാർഗറ്റിനടുത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന് റേറ്റ്സാണ്. റേറ്റ്സിലും 696 ഒരു ബൈ എൻട്രി ആയിരുന്നു. സ്റ്റോക്ക് ഇന്നലെ 701 ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കതിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. 2 സ്റ്റോക്കിൽ പ്രോഫിറ്റും 2 സ്റ്റോക്ക് നമുക്ക് എൻട്രി ലഭിച്ചിട്ടില്ല. ഇനി നമുക്ക് നാളേക്കുള്ള സ്റ്റോക്കുകൾ പരിചയപ്പെടാം. ഒന്നാമത്തത് ബാൽറാം ചിനിയാണ്. ബാൽറാം ചിൻ 494 ഒരു ബൈ എൻട്രി, 490 നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 497, 499 എന്നിങ്ങനെ ടാർഗറ്റും വയ്ക്കാവുന്നതാണ്. ബൽറാം ചിനിൽ 494 ബൈ എൻട്രി,
490 സ്റ്റോപ്പ് ലോസ് 497 499 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അടുത്തത് PEL. പിരാമലിൽ നമുക്ക് ബൈ എൻട്രി 1002 ബൈ എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് 997 സെറ്റ് ചെയ്യാം. ഫസ്റ്റ് ടാർഗറ്റ് 1007, അതേപോലെ സെക്കൻഡ് ടാർഗറ്റ് 1011 വയ്ക്കാവുന്നതാണ്. ബൈ ചാൻസ് താഴേക്ക് വരികയാണെങ്കിൽ 971 നമുക്കൊരു സെൽ എൻട്രി പോസിബിളാണ്. 976 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 966, സെക്കൻഡ് ടാർഗറ്റ് 962. പിരാമൽ എൻ്റർപ്രൈസസിൽ നമുക്ക് ബൈ എൻട്രിയും സെൽ എൻട്രിയും പോസിബിളാണ്. അടുത്തത് സൺ ടി വി ഒരു ചാനൽ പാറ്റേണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 895 നമുക്ക് ടാർഗറ്റാണ്. 890 ബൈ എൻട്രി എടുക്കാം. 890 ബൈ എൻട്രി പോസിബിളാണ്. 891 ബൈ എൻട്രി. 895 ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് 897 വയ്ക്കാം. ഓക്കെ. സ്റ്റോപ്പ് ലോസ് 86 സ്റ്റോപ്പ് ലോസ് വയ്ക്കാവുന്നതാണ്. 891 എൻട്രി, 895 ഫസ്റ്റ് ടാർഗറ്റ്, 897 സെക്കൻഡ് ടാർഗറ്റ് സൺ ടി വിയിൽ. സ്റ്റോപ്പ് ലോസ് 886. അടുത്തത് പ്രാജ് ഇന്ത്യയിൽ നമുക്ക് ഈ ഒരു ലൈന് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയി ഇപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോണിലാണുള്ളത്. നമുക്ക് ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്താൽ 680 നമുക്കൊരു ബൈ എൻട്രി പോസിബിളാണ്. നമുക്ക് സ്റ്റോപ്പ് ലോസ് ഈ ഒരു റേഞ്ചിൽ വയ്ക്കാം. 675 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. അതേപോലെ ഫസ്റ്റ് ടാർഗറ്റ് 684 വയ്ക്കാം. 684 ഫസ്റ്റ് ടാർഗറ്റ്, 686 സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് വയ്ക്കാവുന്നതാണ്. 680 ബൈ എൻട്രി പ്രാജ് ഇന്ത്യയിൽ. 675 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 684, 686 എന്നിങ്ങനെ ടാർഗറ്റും വയ്ക്കാവുന്നതാണ്. ഓക്കെ, ഈ 4 സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് സ്വന്തമായി അനലൈസ് ചെയ്തുകൊണ്ട് പൂർണ്ണ ബോധ്യത്തോടു കൂടി ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോയും ഞങ്ങൾ പറയുന്നതും ഞങ്ങളുടെ സജഷനുമെല്ലാം എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.